ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് പാർട്ടീഷൻ എന്ന കഹാനിയുടെ സാരാംശമാണ്. पार्टीशन हिंदी कहानी में स्वयं प्रकाश ऐसे हस्ताक्षर है जिनकी कहानियाँ समान रूप से आलोचकों और पाठकों को പ്രഭാവിത് करती रहती है. അപ്പോൾ ഹിന്ദി കഹാനിയിൽ സ്വയം പ്രകാശ് എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഥകൾ സാധാരണയായിട്ട് ക്രിട്ടിക്സിനെയും, ആലോചിക് എന്ന് പറഞ്ഞ ക്രിട്ടിക്സിനെയും അതുപോലെ തന്നെ വായനക്കാരെയും പ്രഭാവിതാക്കുന്ന, ഇംപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള കഥകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. कहानी लेखन में उनकी विशेषता है सामान्य स्थितियों घटनाओं के माध्यम से जीवन के रग विरग की मार्मिक अभिव्यक्ति. അപ്പം ഈ കഥ എഴുതുന്നതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ സാധാരണ സ്ഥിതിയിൽ അല്ലെങ്കിൽ സാധാരണ സംഭവങ്ങൾ വഴി ജീവിതത്തിലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും വളരെ ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു. भारतीय मध्यवर्गीय लोगों के जीवन संघर्ष भी उनके अनेक कहानियों का आधार बना है. അപ്പം ഭാരതത്തിലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള സ്ട്രഗിൾസ് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റോറീസിൽ മെയിൻ ആയിട്ടുള്ള തീമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അഗ്ലി കിതാബ്, മാത്ര और ഭാർ, സൂരജ് കബ് നിക്ലേഗ ആദി ഉൻകി പ്രമുഖ രചനായേ ഹെ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള മറ്റ് കൃതികളാണ്. पार्टीशन नामक कहानी स्वयं प्रकाश जी की एक प्रमुख कहानी है जिसके मुख्य पात्र है कुर्बान भाई. അപ്പം പാർട്ടീഷൻ എന്ന് പറയുന്നത് സ്വയം പ്രകാശ് ജിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കഹാനിയാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കുർബാൻ ഭായി. कस्बे का दिल आजाद चौक पर कुर्बान भाई की छोटी सी किराने की दुकान है. ആസാദ് ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുർബാൻ ഭായിയുടെ കടയുള്ളത്. ഒരു സ്റ്റേഷനറി കടയാണ്. वहां पर हर समय सफेद कमीज पैजामा पहने 2-2, 4-4 आने का सौदा सुल्फ मांगती बच्चों की भीड़ में घिरे കുർബാൻ ഭായി നസർ ആते हैं. അപ്പൊ അവിടെയാണെങ്കിൽ 2 രൂപയ്ക്കും 4 രൂപയ്ക്കൊക്കെ മിഠായിയും അതുപോലെ തന്നെ അങ്ങനത്തെ ആഹാര സാധനങ്ങളും വാങ്ങാനായിട്ട് നിൽക്കുന്ന കുട്ടികളുടെ ഇടയിൽ സഫേദ് കമീസ് പൈജാമ ഇട്ടുകൊണ്ട് കുർബാൻ ഭായി നിൽക്കുന്നുണ്ടാവും. ഭീഡ് നഹി ഹോ തോ ഉക്കുടു ബാഡ്കർ 2 വട്ടം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമേ ഉള്ളൂ, ഒന്ന് എക്സ്ട്രാ തെറ്റി എഴുതിയിട്ടുള്ളതാണ്. ഉക്കുടു ബാഡ്കർ കുച്ച് ലിഖ്തേ രഹത്തെ ഹെ. അപ്പോൾ ഒന്നെങ്കിൽ എപ്പോഴും ഈ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നുണ്ടാവും, എന്നാൽ കടയിൽ തിരക്കില്ലാത്ത സമയത്ത് ഉക്കുടു ബാഡ്കർ എന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ ഇരിക്കുക എന്നാണ്. അപ്പൊ താഴെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഉൻകി ദുക്കാൻ കി വിശേഷതായേ ഹെ സബ്സെ വാജിബ് ദാം, സഹി തോൽ ഓർ ശുദ്ധ ചീസ്. അപ്പൊ അദ്ദേഹത്തിന്റെ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ സബ്സെ വാജിബ് ദാം, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, സഹി തോൽ കറക്റ്റ് അളവായിരിക്കും, അതുപോലെ തന്നെ ശുദ്ധമായ സാധനം മാത്രമേ വിൽക്കുള്ളൂ. ജിസ് ചീസ് സെ ഉൻഹെ ഖുദ് തസല്ലി നഹി ഹോഗി കബി നഹി ബേച്ചെങ്കി. അപ്പൊ അദ്ദേഹത്തിന് സ്വയം ഒരു സംതൃപ്തി ഇല്ലാത്ത, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സാധനം അദ്ദേഹം കടയിൽ വിൽക്കില്ല. കബി ധോക്കെ സെ ദുകാൻ മേ ആ ബി ഗയി തോ പടി പടി സഡ് ജായേ മഗർ കിസി കോ ബേച്ചേങ്കെ എന്നാണ് കേട്ടോ, ബേച്ചേങ്കി എന്നല്ല, മഗർ കിസി കോ ബേച്ചേങ്കെ നഹി. അപ്പോ എങ്ങാനും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം അദ്ദേഹം കടയിലേക്ക് കൊണ്ടുവന്നു എന്ന് കരുതുക. അപ്പൊ അതിങ്ങനെ കിടന്ന് ചീത്തയായി പോവാന്നല്ലാതെ ആർക്കും അദ്ദേഹം അത് കൊടുക്കില്ല. ഇതൊന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ എഴുതുമ്പോ. यही वजह है कि एक बार जो यहाँ से सामान ले जाए तो दूसरी बार और कहीं नहीं जाता. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഇവിടുന്ന് സാധനം വാങ്ങിയിട്ടുള്ളവര് പിന്നീട് വേറൊരു കടയിലേക്ക് പോവില്ല. ക്യോങ്കി കുർബാൻ ഭായി കാ മത്ലബ് ഹെ ഈമാൻദാരി, ഉധാർ കി സുവിധ ഓർ ഭരോസ. അപ്പം കുർബാൻ ഭായിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഈമാൻദാരി, സത്യസന്ധത, ഉധാർ കി സുവിധ എന്ന് വെച്ചാല് കടം കൊടുക്കും, അതുപോലെ തന്നെ ഭരോസ, വിശ്വാസം. ഏക് ഓർ ബാത് കാ ധ്യാൻ രഖ്ന ഹെ ഗ്രാഹകോं को. വേറൊരു കാര്യം കൂടി കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീസേ ജിസ് ലിഫാഫ യാ थैली में खरीदते हैं. സാധനങ്ങൾ ഏതൊരു ലിഫാഫ, ഏതെങ്കിലും ഒരു എൻവലപ്പിലോ അല്ലെങ്കിൽ ഏത് കവറിലാണോ വാങ്ങുന്നത്, ഉസേ ബിനാ ദേക്കെ ഫേക്ന നഹി ഹെ. അപ്പൊ അത് നോക്കാതെ വലിച്ചെറിയാൻ വേണ്ടി പാടില്ല. ഉസ് പർ ഷായദ് കോയി ഷേർ ലിഖാ ഹോഗ. അപ്പൊ അതിലേതെങ്കിലും ഒരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ടാവും.
ഇനി പറയുന്നത് കുർബാൻ ബായിയുടെ പാസ്റ്റ് ആണ്. അദ്ദേഹം ഈ ഒരു ആസാദ് ചോക്കിൽ എങ്ങനെ വന്ന് പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. കുർബാൻ ബായി കെ പിതാ കാ അജ്മേർ മേ രംഗ് കാ ബഡാ കാരോബാർ ഥാ. അപ്പോൾ കുർബാൻ ബായിയുടെ അച്ഛന് അജ്മേറിൽ പെയിന്റിന്റെ ബിസിനസ് ആയിരുന്നു. ദോ ബഡേ ബഡേ മകാൻ ഥേ 12 നൗക്കർ ഥേ. 2 വലിയ വലിയ ബിൽഡിങ്സ് എന്ന് വെച്ചാൽ മെഹലുകൾ ഉണ്ടായിരുന്നു. അവർക്ക് അത്രയും വലിയ വീടുകൾ 2 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 12 സെർവൻസ് ഉണ്ടായിരുന്നു. സേർ പർ ജാനെ കെ ലിയെ ബഗ്ഗി ഓർ ബേബി ഓസ്റ്റിൻ ബി ഥി. അപ്പൊ ഇവർക്കാണെങ്കിൽ ഒരു റൈഡിന് പോകാൻ വേണ്ടിയിട്ട് ബഗ്ഗി അതുപോലെ തന്നെ ബേബി ഓസ്റ്റിനും അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഭയങ്കര വെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിലുണ്ടാവുന്ന 2 കാറാണ് ഇത്. അതൊക്കെ ഉള്ള ഒരു വീട്ടിലെ ആളായിരുന്നു കുർബാൻ ബായി. പിതാ മൗലാന ആസാദ് കെ ശോദായിയോ മേസെ ഏക് ഥേ. മൗലാന ആസാദിന്റെ ഫോളോവേഴ്സിൽ ഒരാളായിരുന്നു പിത. അതുപോലെ തന്നെ ബഡേ ബഡേ ലീഡർ ഓർ ഷായർ ഘർ ആക്കർ ഠഹർത്തേ ഥേ. അങ്ങനെ കുർബാൻ ബായിയുടെ വീട്ടില് വളരെ പ്രസിദ്ധരായിട്ടുള്ള ലീഡേഴ്സും അതുപോലെ തന്നെ ഷായർ, ഈ കവികളും ഒക്കെ. ഷായർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കവി എന്നല്ല, ഷായറി ചെയ്യുന്ന ആളുകളെയാണ് ഷായർ എന്ന് പറയുന്നത്. അപ്പം ലീഡേഴ്സും അതുപോലെ തന്നെ ഷായറൊക്കെ ഇവരുടെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. കുർബാൻ ബായി ഉസ് വക്ത് അലിഗഡ് യൂണിവേഴ്സിറ്റി മേ പഠ് രഹേ ഥേ. മസേ സേ ജിന്ദഗി ഗുസർ രഹി थी. കുർബാൻ ബായി ആണെങ്കിൽ ആ സമയത്ത് കെയർ ഫ്രീ ആയിട്ട് ഇങ്ങനെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. നല്ല സന്തോഷത്തോടെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. തബി പാർട്ടീഷൻ ഹുവ. ആ സമയത്താണ് പാർട്ടീഷൻ ഉണ്ടായത്. ഇനി പാർട്ടീഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തുണ്ടായി എന്നാണ് പറയുന്നത്. ദുക്കാനെ ജലാ ദി ഗയി, റിശ്തേദാർ പാകിസ്ഥാൻ ഭാഗ് ഗയെ, പിതാ കി സദ്മേ കെ കാരൺ മൗത്ത് ഹോ ഗയി. അപ്പോൾ കടകളാണെങ്കിൽ കത്തിച്ചു കളഞ്ഞു, ആളുകള് കടകൾക്ക് തീ വെച്ചു. അതുപോലെ തന്നെ റിശ്തേദാറെല്ലാം റിലേറ്റീവ്സ് ഒക്കെ പാകിസ്ഥാനിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അച്ഛന് ഈ ഷോക്ക് കാരണം ജീവിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആ ഷോക്കിൽ അങ്ങ് മരിച്ചുപോയി. നോക്കർ ഘർ കി പൂഞ്ചി ലേക്കർ ഭാഗ് ഗയി. അപ്പം ഈ സെർവൻസ് ഇവരുടെ സമ്പാദ്യം എല്ലാം കൊണ്ടുപോയി. കുർബാൻ ഭായി ബച്ചേ ഹുए लोगों को लेकर नागौर फिर मेड़ता और फिर ടോങ് ചലേ ഗയെ. അപ്പം കുർബാൻ ബായി ആണെങ്കിൽ ഫാമിലിയിൽ ബാക്കിയുള്ള ആളുകളെ കൊണ്ട് ആദ്യം നാഗോറിലേക്ക്, പിന്നെ മേഡ്തയിലേക്ക്, പിന്നെ ടോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഉनके मन में विचार आया कि पाकिस्तान भाग जाए, पर जोश सुरैया और उनको अच्छे लगने वाले कई लोग नहीं गए, इसलिए उन्होंने भारत में रुकने का निर्णय लिया. കുർബാൻ ബായി ഫോർ എ സെക്കൻഡ് ഒന്ന് ആലോചിച്ചു പാകിസ്ഥാനിലേക്ക് ഓടി രക്ഷപ്പെട്ടാലോ എന്ന്. പക്ഷേ ജോഷ്, സുരയ്യ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ള, അദ്ദേഹത്തിന് അറിയുന്ന കുറെ പേരൊന്നും പോയില്ല പാകിസ്ഥാനിലേക്ക്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു എന്നാ ഭാരതിൽ തന്നെ നിൽക്കാമെന്ന്. अब उनको एक काम की सख्त जरूरत थी. पहले वह एक सेठ के यहाँ हिसाब लिखने का काम करते थे, मगर उनकी ईमानदारी उस काम में बाधा बनी. അപ്പോ ഇപ്പൊ അവർ റിച്ച് അല്ല, അതുകൊണ്ട് കുർബാൻ ബായിക്ക് എന്ത് വേണം, ഒരു ജോലി വേണം, അത്യാവശ്യമാണ്, ജോലി അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സേഠിന്റെ അവിടെ കണക്കെഴുതാൻ, ഹിസാബ് ലിഖ്നാന്ന് വെച്ചാൽ കണക്കെഴുതാൻ വേണ്ടിയിട്ട് കുർബാൻ ബായി ജോലിക്ക് പോയി തുടങ്ങി. പക്ഷെ കുർബാൻ ബായി നമുക്ക് അറിയുന്നത് പോലെ തന്നെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, സത്യസന്ധതയുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. फिर उन्होंने മസ്ദൂരി, കാരിഗിരി ആദി കാം കിയെ. അപ്പം മസ്ദൂരി അതുപോലെ തന്നെ കാരിഗിരി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്കിനെയാണ് കാരിഗിരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. ആഖിർ മേ ഉൻഹോനെ एक नमाजी मुसलमान से 50 रुपये उधार लिए और पुड़िया में दाल चावल माचिस बीड़ी सिगरेट चॉकलेट ആദി ബേച്ചനെ ലगे. അങ്ങനെ ഇതൊക്കെ ചെയ്തു, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു മുസൽമാന്റെ കയ്യിൽ നിന്നും 50 രൂപ ഉധാർ വാങ്ങിയിട്ട്, കടം വാങ്ങിയിട്ട്, ഇങ്ങനെ ചെറിയ ചെറിയ പൊതികളിലായിട്ട് ദാൽ ചാവല്, അതുപോലെ തന്നെ തീപ്പെട്ടി, ബീഡി, സിഗരറ്റ്, ചോക്ലേറ്റ് ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ऐसी चीजें बेचकर ही उन्होंने अपनी किराने की दुकान खड़ी की है. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റ് അതിൽ നിന്ന് പ്രോഗ്രസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേഷനറി കട തുടങ്ങിയത്. दुकान के जरा जमते ही कुर्बान बाई ने अखबार और पत्रिकाएं मंगाना शुरू कर दिए. अपने लिए और परिवार के लिए सारी चीजें तथा सुविधाएं जुटाने के बाद जो पैसे बचते हैं उससे वे पत्रिकाएं खरीदता है. അപ്പോൾ ഈ ഒരു കുർബാൻ ബായി അക്ബാർ, ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ മാഗസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വീട്ടിലെ മറ്റുള്ള മെമ്പേഴ്സിനും ആവശ്യമുള്ള സാധനങ്ങൾ, അതുപോലെ ഫെസിലിറ്റീസ് ഒക്കെ
അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് അദ്ദേഹം ഇതുപോലെ ബുക്സും അതുപോലെ പേപ്പേഴ്സ് ഒക്കെ വാങ്ങിക്കും. ഉनको पढ़ते देख ऐसा लगता है जैसे किसी भूखे प्यासे को 56 भोग मिल गया हो. पढ़ने के बाद वे उनकी फाइल हिफाजत से रखते भी है. ഈ കുർബാൻ ഭായി എന്തെങ്കിലും വായിക്കുന്നത് കണ്ടാലേ കുറേ കാലമായിട്ട് ഫുഡും വെള്ളമൊന്നും കിട്ടാത്ത ഒരാളുടെ മുന്നിൽ ഒരു സദ്യ വെച്ച് കൊടുത്ത പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഫയലിലാക്കി സൂക്ഷിച്ച് അവിടെ വെക്കുകയും ചെയ്യും. ഹിഫാസത്ത് എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് വെക്കാന്നാണ്. കുർബാൻ ഭായി की ईमानदारी और उनके अच्छे बर्ताव के कारण उनका उठना बैठना अच्छे लोगों के साथ ही होता था. അപ്പം ഈ കുർബാൻ ഭായിയുടെ സത്യസന്ധത അതുപോലെ നല്ല പെരുമാറ്റം ഇതൊക്കെ കാരണം അദ്ദേഹത്തിന് ഉട്ന ബാട്ന എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പരിചയമുള്ളത് അദ്ദേഹം മിങ്കിൾ ചെയ്തിരുന്ന ആളുകളും നല്ലൊരു ബിഹേവിയർ ഉള്ള ആൾക്കാരായിരുന്നു. ആഹിസ്ത ആഹിസ്ത ഉൻകി ദുക്കാൻ പടേ ലിഖേ ലോഗോ കാ അഡ്ഡ ബൻ ഗയി. അപ്പോൾ സ്ലോലി അഹിസ്ത എന്ന് വെച്ചാൽ സ്ലോലി എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഷോപ്പ് വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഒരു മെയിൻ സ്ഥലമായിട്ട് മാറി. ലെക്ചറർ അധ്യാപക് പത്രക്കാർ ആദി ഉന്മേ ഷാമിൽ थे. അപ്പം കോളേജ് ലെക്ചേഴ്സ് അതുപോലെ തന്നെ അധ്യാപകര് പിന്നെ പത്രപ്രവർത്തകര് ഇവരെല്ലാം തന്നെ ഈ കുർബാൻ ഭായിയുടെ കടയിൽ വന്നിരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. വേ സബ് ലോഗ് बैठकर बातें करते थे, साथ ही साथ कुर्बान बाई का काम में हाथ बटाते भी थे. അപ്പൊ ഇവരെല്ലാരും ഒരുമിച്ചിരുന്ന് കടയിലിരുന്ന് സംസാരിക്കും, അതോടൊപ്പം തന്നെ കുർബാൻ ഭായിനെ സഹായിക്കുകയും ചെയ്യും. ആരെങ്കിലും കടയിൽ സാധനം വാങ്ങാൻ വന്നാൽ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യും. ഇൻകെ സാത്ത് കുർബാൻ ഭായി മുഷായറോ നിഷസ്തോ മേ ജാനെ ലഗെ. അപ്പം ഇവരുടെ കൂടെ ഈ കുർബാൻ ഭായി മുഷായറോ നിഷസ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയറ്റ്സിന്റെ മീറ്റിംഗ് അങ്ങനത്തെ ഒക്കെ ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. ഇസ് തര ഉൻകെ മൻ മേ ജോ മസ്ഹബി കബാഡ് ഭരാ ഹുവാ ഥാ വ തോടാ കം ഹുവാ. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കുറേശ്ശെ ഈ മതഭ്രാന്ത് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ പോയി സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ മാറല്ല കുറേശ്ശെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. വേ സിർഫ് ശുക്രവാർ കോ നമാസ് പഠനെ ജാത്തെ थे, अब वह बंद हो गया. അദ്ദേഹം ആകെ കൂടി ഫ്രൈഡേ മാത്രമാണ് നമാസ് വായിക്കാൻ വേണ്ടി പോവാറുള്ളൂ, പക്ഷെ ഇപ്പൊ അതും നിർത്തി. इसका नतीजा यह हुआ कि वे इमाम बाड़े वाले लोगों की ही नहीं शाखा वालों के आंखों में भी खलने लगे थे. അപ്പം ഇതിന്റെ റിസൾട്ടായിട്ട് എന്തുണ്ടായി, ആ ഒരു ചോക്കില് മുസ്ലിംസിന്റെ കണ്ണിൽ മാത്രമല്ല ഹിന്ദുസിന്റെയും കണ്ണില് ഒരു കരടായിട്ട് കുർബാൻ ഭായി മാറി. കാരണം കുറെ സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുകയൊക്കെ ചെയ്യും. അപ്പം എല്ലാവർക്കും കുർബാൻ ഭായിയോട് ഒരു താല്പര്യക്കുറവ് വന്നതുപോലെ ഉണ്ടായി. അബ് ആത്താ ഹെ ഇസ് കഹാനി ക അപ്രിയ മുക്കാം. ഇനിയാണ് ഈ ഒരു സ്റ്റോറിയുടെ അപ്രിയമായിട്ടുള്ള ഒരു ഭാഗം വരുന്നത്, അത്ര നല്ലതല്ലാത്ത പ്ലസന്റ് അല്ലാത്ത ഒരു ഭാഗം വരുന്നത്. एक दिन गोमिया नामक एक बैलगाड़ी वाला आया. कुर्बान भाई के दुकान के सामने आकर बैल खोल दिए और गाड़ी का अगला हिस्सा कुर्बान भाई के चबूतरे पर टिका दिया. അപ്പോൾ ഒരു ദിവസം ഈ ഗോമിയ എന്ന് പറഞ്ഞ ഒരാള്, ഈ കാളവണ്ടി ഓടിക്കുന്ന ഒരാൾ വന്നിട്ട് കുർബാൻ ഭായിയുടെ കടയുടെ മുന്നിൽ ഈ കാളവണ്ടി നിർത്തി, കാളകളെ അഴിച്ചുവിട്ടു. എന്നിട്ട് അതിന്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് കുർബാൻ ഭായിയുടെ കടയുടെ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ വെച്ചു. वह भी ऐसा कि खुद कुर्बान भाई या ग्राहक वहां पर खड़ा नहीं हो सकता या चल नहीं सकता. അപ്പോൾ ഇത് വെച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുർബാൻ ഭായിക്കോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു കസ്റ്റമറിനോ പോലും അദ്ദേഹത്തിന്റെ കടയുടെ മുന്നിൽ നിൽക്കാനോ അതിൽ കൂടെ ഒന്ന് കടക്കാനോ പോലും പറ്റാത്തതുപോലെയാണ് ഈ സാധനം അവിടെ ചാരി വെച്ചത്. ഗാഡി വാല വക്കീൽ ഊക്ചന്ദ് കാ ഹാലി ഥ. അപ്പൊ ഈ വണ്ടി ഓടിച്ചിരുന്ന ആള് വക്കീൽ ഊക്ചന്ദിന്റെ വീട്ടില് നിലം ഉഴാൻ വേണ്ടി വരുന്ന ആളാണ്. ഹാലി എന്ന് പറഞ്ഞാല് നിലം ഉഴാൻ വരുന്ന ആള്. കുർബാൻ ഭായി ने उससे गाड़ी जरा बाजू में करने और बैलों को കിനാരെ ബാന്ധ്നെ के लिए कहा. അപ്പൊ കുർബാൻ ഭായി അയാളെ വിളിച്ചിട്ട്, ഈ ഗോമിയ എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വണ്ടി ഒന്ന് ഒതുക്കി വെക്കണം, അതുപോലെ തന്നെ ഈ കാളകളെ ഒതുക്കി ഒന്ന് സൈഡിലേക്ക് കെട്ടാൻ പറഞ്ഞു, മാന്യമായിട്ട് പറഞ്ഞു. मगर वह उसे अनसुना करके चला गया तो कुर्बान भाई खुद वह काम करने लगी. അപ്പൊ ഈ ഗോമി അത് കേൾക്കാത്തതുപോലെ പോയി. അങ്ങനെ കുർബാൻ ഭായി തന്നെ ഇത് തന്നേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങി. ഇത് യഹ് എന്നാണ് കേട്ടോ. യഹ്
देखकर वह लौट आया. ഇത് കണ്ടിട്ട് അയാൾ തിരിച്ചു വന്നു. वह गालियां बकने लगा. उसने कुर्बान बाई का ചഷ്മ നോച്ച് ലിയ ഓർ ധക്ക മുക്കി കർണേ ലഗ. അങ്ങനെ ഇയാൾ തിരിച്ചു വന്നിട്ട് കുർബാൻ ബായിനെ തെറി വിളിക്കാനായിട്ട് തുടങ്ങി. ഗാലിയ ബക്ന എന്ന് വെച്ചാൽ തെറി വിളിക്കുക. അതുപോലെ തന്നെ കൈകൊണ്ട് കുർബാൻ ബായിയുടെ ആ കണ്ണട വലിച്ചു മാറ്റി. എന്നിട്ട് പിന്നെ ധക്ക മുക്കി കർണേ ലഗ എന്ന് വെച്ച് കഴിഞ്ഞാല് ബലം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് കുർബാൻ ബായിനെ അടിക്കുക ഇടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാണ് ഗോമ്യ. इसी समय वकील ऊकचंद आए. उनसे गोमिया ने कहा कि मुझे इस मियो ने मारा. അപ്പം ആ സമയത്താണ് ഈ വക്കീൽ ഊക്ചന്ദ് അതേ കൂടെ കടന്നുപോയിരുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഗോമിയ പറഞ്ഞു ഈ മിയോ എന്നെ അടിച്ചു എന്ന്. അപ്പൊ ഈ മിയോം എന്ന് സാധാരണയില്ലേ മിയോം എന്നൊക്കെ പറയുന്നത് മുസ്ലിംസിനെയാണ് സാധാരണയായിട്ട് വിളിക്കുന്നത്, ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇതുവരെ കുർബാൻ ബായിനെ ആരും അങ്ങനെ വിളിക്കാറില്ല. കുർബാൻ ബായി എന്നുള്ള ഒരു പേര് തന്നെയാണ് വിളിക്കാറുള്ളത്. മിയോ സെ ഉസ്കാ താത്പര്യ കുർബാൻ ബായി സേ ഥാ. അപ്പൊ മിയോം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? കുർബാൻ ബായിനെയാണ്. गोमिया की बातें सुनकर कुर्बान भाई सन्न रह गए. उनके आंखों के सामने अंधेरे सा छा गया. അപ്പം ഗോമിയ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ട് കുർബാൻ ബായി സന്ന് രഹകയെന്ന് വെച്ചാൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുൻപിൽ ഇരുട്ട് വന്ന് നിറയുന്നത് പോലെ തോന്നി. इतने सालों से उन्होंने जो नाम और इज्जत कमाया था वह सब अब मिट्टी में मिल गया था. ഇത്രയും വർഷങ്ങളായിട്ട് ഈ കുർബാൻ ബായി സമ്പാദിച്ച പേര്, ആ ഒരു ഇസ്സത്ത് എന്ന് വെച്ചാൽ ഒരു ബഹുമാനം, ഇതെല്ലാം ഒറ്റൊരു മിനിറ്റ് കൊണ്ട് ഇല്ലാതെയായി. വേ ഏക് ക്ഷൺ മേ കുർബാൻ ഭായി സെ മിയോ ബൻ ഗയേ थे. അപ്പം അദ്ദേഹം ആ ഒറ്റൊരു നിമിഷത്തില് കുർബാൻ ബായി എന്നതിൽ നിന്ന് മാറിയിട്ട് മിയോ ആയി മാറി. ഉൻഹെ ലഗാ ഇസ്സെ അച്ഛാ ഹോത്താ കി വേ പാകിസ്ഥാൻ ഭാഗ് ഗയേ ഹോത്തെ. അദ്ദേഹത്തിന് അപ്പോൾ തോന്നി ഇതിലും നല്ലത് ഞാൻ പാകിസ്ഥാനിലേക്ക് പോകുന്നതായിരുന്നു. കം സെ കം യഹ് തോ സുന്നാ നഹീ പഡ്താ. അപ്പോൾ ഇതൊന്നും കേൾക്കേണ്ടി വന്നിരുന്നില്ലല്ലോ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുകയാണ്. പഡോസിയോനെ ഉൻകോ സംഭാല. അങ്ങനെ കുർബാൻ ബായി ആകെ തളർന്ന് നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ അടുത്തുള്ള ഷോപ്പ് കീപ്പേഴ്സ് എല്ലാവരും വന്നിട്ട് കുർബാൻ ബായിനെ താങ്ങി. ഗോമിയ കോ വക്കീൽ ഊക്ചന്ദ് അപ്നെ സാത്ത് ലേ ഗയ. അപ്പോൾ ഈ ഗോമിയനെ വക്കീൽ ഊക്ചന്ദ് അയാളുടെ കൂടെ കൊണ്ടുപോയി. कुर्बान बाई के पहचान वाले जो लोग थे सबने उन्हें थाने में रपट लिखवाने के लिए उत्साया. ഈ കുർബാൻ ബായിയുടെ കൂടെയുള്ള ആളുകൾ, അടുത്തുള്ള ഷോപ്പ് കീപ്പേഴ്സ്, പിന്നെ ഇത് കണ്ടിട്ട് വന്ന ആളുകൾ ഒക്കെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു റിപ്പോർട്ട് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട്. थाना स्टेशन रपट रिपोर्ट. मगर थाने तक उनके साथ उनके पढ़े लिखे दोस्त ही गए. बाकी सब रास्ते में कुछ ना कुछ बहाना बनाकर लौट गए. പക്ഷേ ഇങ്ങനെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എന്നല്ലാതെ പോലീസ് സ്റ്റേഷൻ വരെ അദ്ദേഹത്തിന്റെ കൂടെ പോയത് ആരാണ്? ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ്. മറ്റുള്ളവര് വഴിയിൽ ഓരോ എക്സ്ക്യൂസസ് ഉണ്ടാക്കിയിട്ട് ഒഴിഞ്ഞു മാറി. ബഹാന ബനാന എക്സ്ക്യൂസ് ഉണ്ടാക്കാം. थानेदार थाने में नहीं थे. मुंशी ने भी रपट लिखने से साफ मना कर दिया. അപ്പം ഇൻസ്പെക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. പക്ഷെ കോൺസ്റ്റബിൾ എന്ത് പറഞ്ഞു? റിപ്പോർട്ട് എഴുതാൻ പറ്റില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. സബ് വക്കീൽ ഊക്ചന്ദ് കാ ഖേൽ ഥാ. ഇതിന്റെ പിന്നിലൊക്കെ വക്കീൽ ഊക്ചന്ദിന്റെ കളിയാണ്. വ സത്താ പാർട്ടി കെ ജില്ലാ മന്ത്രി ഥേ. സത്താ പാർട്ടി എന്ന് വെച്ചാൽ ഇപ്പൊ ഭരണത്തിലുള്ള പാർട്ടി, ആ പാർട്ടിയുടെ ജില്ലാ മന്ത്രിയാണ് ആര്? വക്കീൽ ഊക്ചന്ദ്. अब कुर्बान भाई इस लड़ाई से थक गए थे. वे अपने पढ़े लिखे दोस्तों से भी कटे कटे रहने लगे. दुकान पर भी ज्यादा भीड़ नहीं जमती अब. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കുർബാൻ ബായിക്ക് ഭയങ്കര വിഷമായി. ഈ ഒരു സ്ട്രഗിളിൽ ഞാൻ തോറ്റുപോയി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് കുർബാൻ ബായിക്ക് ഉള്ളത്. പിന്നെ ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പടയിലിക്കിയ ദോസ്ത് ഉണ്ടല്ലോ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവരുടെ അടുത്തുനിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ ഈ ഫ്രണ്ട്സും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അധികം പോവാണ്ടായി തുടങ്ങി. പിന്നെ കടയിലും പണ്ടത്തെ പോലെ എപ്പോഴും ആളുകൾ അങ്ങനെയൊന്നും ഇല്ല. കണ്ടീഷൻ ഫുള്ളായിട്ട് മാറി എന്ന് പറയാം. कुछ दिन बाद लेखक ने देखा आजाद चौक का नाम अब संजय चौक कर दिया है. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ലേഖക് കാണുന്നത് ആസാദ് ചോക്കിന്റെ പേര് ഇപ്പൊ സഞ്ജയ് ചോക്ക് എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ശുക്രവാർ ഹെ കുർബാൻ ഭായി ദുകാൻ പർ താല ലഗാക്കർ ലത്തീഫ് ബായി കെ സാത്ത് ജാ രഹേ ഹെ. അപ്പം ഫ്രൈഡേ ആണ്. കുർബാൻ ഭായി എന്താ ചെയ്യണമെന്ന് അറിയോ? കട അടക്കിയാണ്, കടയിൽ പൂട്ടിടാണ്. എന്നിട്ട് ലത്തീഫ് ഭായിയുടെ കൂടെ പോവാണ്. ഉനോനെ ടോപ്പി പെഹനി ഹുയി ഹെ ഓർ മസ്ജിദ് കി ഓർ ചൽ രഹേ ഹെ. അദ്ദേഹം ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്,
ഒരു തൊപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലീജിയനെ സൂചിപ്പിക്കുന്ന തൊപ്പി അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് മസ്ജിദിലേക്ക് നടന്നു പോവുകയാണ്. ഇത്രയാണ് സ്റ്റോറിയിൽ പറയുന്നത്. ഇനി ടെക്സ്റ്റിലെ സമ്മറി നോക്കാം. पार्टीशन कहानी में स्वयं प्रकाश ने एक ऐसे शख्स कुर्बान बाई का चरित्र शब्दों के माध्यम से उकेरा है जो अजमेर का रहने वाला है, जहां उसके पिता का लंबा चौड़ा कारोबार था, लेकिन പാർട്ടീഷൻ के समय सब कुछ लुटने की तमाम मुसीबतों को झेलता है. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ സ്വയം പ്രകാശ് പറഞ്ഞിരിക്കുന്നത് കുർബാൻ ബായി എന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന് അജ്മീറിൽ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പെയിന്റിന്റെ ബിസിനസ്സാണ് ഉണ്ടായിരുന്നത്. പാർട്ടീഷന്റെ സമയത്ത് എല്ലാതും കൊള്ളയടിക്കപ്പെട്ടപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും സഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കുർബാൻ ബായിയെ ചിത്രീകരിച്ചിട്ടുള്ളത്. पिता की इस सदमे से मृत्यु के पश्चात अधूरी तालीम के साथ साथ ही वह अपने बचे हुए रिश्तेदारों को लेकर जगह जगह नौकरी की तलाश में घूमता है. അപ്പോൾ ഈ ഒരു ഷോക്ക് കാരണം അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം ബാക്കിയുള്ള റിലേറ്റീവ്സിനെയും കൊണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട് പല പല ജോലികളൊക്കെ ചെയ്യുന്ന കുർബാൻ ഭായിയെ നമുക്ക് കാണാനായിട്ട് പറ്റും. और नए नए काम सीखकर उनका और अपना पालन पोषण करता है और फिर एक बुजुर्ग नमासी मुसलमान से 50 रुपये उधार लेकर किराने की दुकान की शुरुआत करता है. അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു റിഷ്തേദാറിനെ മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെയും സ്വന്തവും വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു കുർബാൻ ബായി. അവരിനൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ്, ഒരു നമാസി മുസൽമാന്റെ കയ്യിൽ നിന്നും 50 രൂപ കടം വാങ്ങിയിട്ട് ഈ സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങുന്നു. कुर्बान बाई ईमानदार होने के साथ साथ शेरो शायरी भी करता है और समय बीतने के साथ साथ वह പത്രികാവും ഇപ്പോൾ ഈ ഒരു സത്യസന്ധനാണ് കുർബാൻ ബായി. അത് കൂടാതെ അദ്ദേഹം ഈ ഷേരോ ഷായരി ചെറിയ 2 കവിതകളൊക്കെ എഴുതും. സമയത്തോടൊപ്പം പത്രികകളും ഇതൊക്കെ, അതായത് മാഗസീൻസും പേപ്പറൊക്കെ വരുത്തിയിട്ട് പഠനേ മേ രുചി ലേനെ ലഗ്താ ഹൈ, ഇതൊക്കെ വായിക്കുന്നതിൽ ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. സ്വയം പ്രകാശ് ने इस कहानी में देश के बंटवारे के बाद समाज में फैले वैमनस्य को बहुत ही खूबसूरती से प्रस्तुत किया है. സ്വയം പ്രകാശ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മുടെ രാജ്യത്ത് ബട്ടുവാര, അതായത് പാർട്ടീഷൻ നടന്നതിന് ശേഷം സമൂഹത്തിലുള്ള ഒരു വൈമനസ്യത്തെ കുറിച്ചിട്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. इस कहानी में कुर्बान भाई जिनकी शराफत और ईमानदारी के चर्चे पूरे कस्बे में फैल जाते हैं और उसकी दुकान पर समाज के एक अच्छे पढ़े लिखे तबके की മെഹഫിൽ ജംനെ ലഗ്തി ഹെ. അതായത് ഈ കുർബാൻ ബായിയുടെ ഷറാഫത്ത്, നല്ല ശീലം, നല്ല സ്വഭാവം, അതുപോലെ തന്നെ സത്യസന്ധതയും ഒക്കെ ആ ഒരു ജംഗ്ഷനിൽ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നു. എന്നിട്ട് ആസ് എ റിസൾട്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു, നല്ല പഠിപ്പുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ കൂടാനായിട്ട് തുടങ്ങുന്നു. ലേക്കിൻ ഏക് ദിൻ ऐसी घटना घटती है कि कुर्बान बाई को यह अफसोस होता है कि क्यों नहीं वह പാർട്ടീഷൻ के वक्त देश छोड़कर चले गए. പിന്നീട് ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവം കാരണം കുർബാൻ ബായിക്ക് തോന്നുകയാണ് എന്തുകൊണ്ട് പാർട്ടീഷൻ നടന്ന സമയത്ത് ഞാൻ പാകിസ്ഥാനിലേക്ക് പോയില്ല എന്ന്.